ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു റോമിംഗ് വിത്ത് സായി. ഇന്ന് നിങ്ങളോട് ചർച്ച ചെയ്യാനുള്ള കാര്യം വേറൊന്നുമല്ല, ഇതിനെക്കുറിച്ചാണ്. സ്മൈലി ബാൾ. നമ്മൾ ഇപ്പോൾ ഉള്ള എല്ലാ കടകളിലും, ഒരുവിധമുള്ള എല്ലാ കൊച്ചു ഷോപ്പുകളിലാണെങ്കിലും ശരി തന്നെ, വലിയ സൂപ്പർ മാർക്കറ്റിലാണെങ്കിലും ഒരു ചെറിയ കവറിൽ ഇത് കുറേ എണ്ണം ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നത് കാണാൻ പറ്റും. കാണുമ്പം വെറുതെ ചെറിയൊരു മഞ്ഞ സാധനം, ചെറിയ ബോൾ, നമുക്ക് നല്ലോണം സ്ക്യൂസ് ചെയ്യാം, പൾസ് ചെയ്യാം. ഇത് രണ്ട് ഓപ്ഷൻ എന്നാണ് ഇതിനെ പറയുന്നത്. ഇതിനെപ്പറ്റി കൂടുതൽ ഒന്നറിയേണ്ടത്, എവിടെ നിന്ന് വന്നു, എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള സയൻസ് എന്നറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് അന്വേഷണം നടത്തിയതിൽ നിന്ന് കിട്ടിയ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഇത് കണ്ടുപിടിച്ച ആളിൻ്റെ പേര്, ഇത് കണ്ടുപിടിച്ചത് ഒരാൾ തന്നെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നും അതൊരു സംശയമാണ്. എങ്കിലും ഹാർവേ റോസ്റ്റ് ബാൾ എന്ന ഒരു ഡിസൈനർ, ഒരു ആനിമേഷൻ ഗ്രാഫിക് ഡിസൈനറാണിത് കണ്ടെത്തിയതെന്നാണ് അഭിപ്രായപ്പെടുന്നത്. അതിന് കാരണവും അദ്ദേഹം തന്നെ അല്ലെങ്കിൽ ആ റെഫറൻസിൽ നമുക്ക് വായിക്കുമ്പോൾ അറിയാൻ പറ്റും. അതായത് ദ സ്റ്റേറ്റ് മ്യൂച്വൽ ലൈഫ് അഷുറൻസ് കമ്പനി എന്ന വളരെ അമേരിക്കൻ ബേസിൽ വളരെ വിശാലമായൊരു കമ്പനി, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ ഒരു ജോലിഭാരം കുറയ്ക്കുന്നതിനോ അല്ലെങ്കിൽ ടെൻഷൻ, അവർക്ക് ജോലിഭാരത്തിൽ കൂടെ കിട്ടുന്ന ടെൻഷൻ കുറയ്ക്കുന്നതിനായിട്ട് എന്തെങ്കിലും ഒരു ചെറിയ ഇമേജസ് അല്ലെങ്കിൽ ഫോട്ടോസ്, മോഡൽസ് ഉണ്ടാക്കി തരണമെന്ന് ഹാർവിയോട് അഭിപ്രായപ്പെടുകയും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ ചോദിക്കുകയും അദ്ദേഹം ഓഫീസിലെത്തുകയും വെറും 10 മിനിറ്റ് കൊണ്ട് ഡിസൈൻ ചെയ്ത് കൊടുത്ത ഒന്നാണ് ഈ സ്മൈലി ബാൾ എന്നാണ് പറയപ്പെടുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു വശം. ഇതിന് മറ്റധികം വശങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ ആദർശിപ്പ് അന്വേഷിച്ച് പലരും പല സ്ഥലത്തു നിന്നും വന്നിട്ടുണ്ടെങ്കിലും കൂടുതൽ ആതൻറ്റിസിറ്റി ഇതിനാണെന്ന് ഈ ഒരു വെർഷനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പുള്ളിക്കാരൻ ഡിസൈൻ ചെയ്തു. പുള്ളിക്കാരനത് 10 മിനിറ്റ് കൊണ്ട് $45 അതും പറയുന്നുണ്ട്. $45 പ്രതിഫലം വാങ്ങിയാണ് അദ്ദേഹം അത് ഡിസൈൻ ചെയ്ത് അദ്ദേഹം പോയെങ്കിലും സ്റ്റേറ്റ് അഷുറൻസ് മ്യൂച്വൽ ലൈഫ് അഷുറൻസ് കമ്പനി അവർ അതിനെ ഒരു കുറേ കൂടെ ഡെപ്തിൽ, അതിനെ ആഴത്തിൽ പഠിക്കുകയും ആ സാധനത്തിനെ അല്ലെങ്കിൽ ആ ഒരു ഡിസൈനെ അവരുടെ സ്റ്റാഫുകൾക്ക് വേണ്ടിയാണ് ആദ്യം ഉണ്ടാക്കിയെങ്കിലും പിന്നെ അത് വേൾഡ് ഫേമസ് ആയിട്ട് മാറി. സ്മൈലി ആണ് ആദ്യം ഉണ്ടായതെങ്കിൽ അതിനുശേഷം ബട്ടൺസ്, ഇമേജസ്, പ്രിൻ്റ് ബേസ് ചെയ്തിട്ടുള്ള ഷർട്ടുകളിൽ വരെ നമുക്കിപ്പോൾ ഇത് കാണാൻ പറ്റും. ഇതിൻ്റെ സ്ലോഗൻ അല്ലെങ്കിൽ ഇതിൻ്റെ വാക്യം തന്നെ ഹാവ് എ ഹാപ്പി ഡേ എന്നാണ്. കാണുമ്പോൾ നമുക്ക് ഒരു മഞ്ഞ പന്തും അതിൽ കുറച്ച് കറുത്ത പുള്ളിയുള്ള അങ്ങനെ ഓവൽ ഷേപ്പിലുള്ള ആ ഡിസൈൻ തന്നെ പറയുന്നുണ്ട്. വിരിഞ്ഞ ഒരു സ്മൈൽ, അതിൽ ലോങ് ഡെപ്തിലുള്ള 2 കണ്ണുകൾ, ഇതാണ് പറയുന്നതെങ്കിലും ഇതിൻ്റെ എഫക്റ്റീവായിട്ടുള്ള വർക്ക് എങ്ങനെയാണെന്നുള്ള പലപ്പോഴും നമുക്ക് സംശയം തോന്നാം. അതിന് കുറേയൊക്കെ നെർവ് ബേസ് ചെയ്തിട്ടുള്ള ഒരു പഠനത്തിലേക്കും കൂടി പോകുന്നുണ്ട്. അതായത് നമ്മുടെ കയ്യിൽ, ഈ കാണുന്ന കൈയുടെ ഉൾഭാഗത്തൊപ്പം അതിനോടൊപ്പം റിസ്റ്റ് മുതൽ ഉൾഭാഗം വരെയുള്ള പല ഭാഗങ്ങളിൽ ഒട്ടേറെ നെർവുകളുണ്ട് എന്നും അത് ഡയറക്റ്റ്ലി ബ്രെയിനുമായിട്ട് കണക്റ്റഡ് ആണെന്നുമാണ് ശാസ്ത്രം പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ കയ്യിൽ വെച്ച് ഇങ്ങനെ സ്ക്യൂസ് ചെയ്യുന്ന സമയത്ത് ഈ കയ്യിലുണ്ടാകുന്ന ഈ നെർവുകൾക്കുണ്ടാകുന്ന സ്റ്റിമുലേഷൻസ്, നമ്മളിങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മൂവ്മെൻറ്റ്സ്, ഇത് നേരിട്ട് തലച്ചോറിനെ കണക്ട് ചെയ്യുന്നു എന്നുള്ളത്, അവിടെ ഒരു ചെറിയ റിഫ്രഷ്മെൻറ്റ്, ആ റിഫ്രഷ്മെൻറ്റാണ് നമ്മളെ ഹാപ്പി ആക്കുന്നതെന്നുള്ളതാണ്, അല്ലെങ്കിൽ ടെൻഷൻ കുറയ്ക്കുന്നതെന്നുള്ളതാണ് സത്യം. ഇത് ആർക്കൊക്കെ ഉപയോഗിക്കാമെന്നുള്ളത് കൂടെ പറയുന്നുണ്ട്. അതായത് പ്രധാനമായിട്ടും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇഞ്ചുറി, ആക്സിഡൻ്റൊക്കെ കൈക്കൊക്കെ പറ്റിയിരിക്കുന്നു, കൈക്കെന്നല്ല ശരീരത്തിന് എവിടെയാണെങ്കിലും പറ്റിയിരിക്കുന്നവർക്ക് അവിടെ റിഫ്രഷ്മെൻറ്റ് ചെയ്ത് വരാനായിട്ട്, അവർക്ക് ആ പുതിയ അവരുടെ ലൈഫിലോട്ട് വരാനായിട്ട്, റെസ്റ്റ് ചെയ്യുന്ന ആ ഒരു സമയത്ത് എക്സർസൈസുകൾ ചെയ്യാൻ, വലിയ എക്സസൈസൊന്നും ചെയ്യാനായിട്ട് അവർക്ക് പറ്റിയൊന്നുമില്ല എങ്കിലും ഹാൻഡ് മസിൽസിനും നെർവ്സിനും ഏറ്റവും കൂടുതൽ കൊടുക്കാൻ പറ്റുന്ന, ആ ഇഞ്ചേർഡ് ആയിട്ടുള്ള ആക്സിഡൻറ്റ് പറ്റിയവർക്ക് റിക്കവറി ചെയ്യാനായിട്ട് അവർക്ക് ഏറ്റവും എളുപ്പം ഉപയോഗിക്കാൻ പറ്റുന്നതും ഏറ്റവും സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതായിട്ടുള്ളൊരു സാധനമാണ് സ്മൈലി ബാൾ. അതാണ് ഓരോ ഓപ്ഷൻ, അല്ലെങ്കിൽ അതാണ് ഒരു പ്രധാനപ്പെട്ടത്. രണ്ടാമത് നമ്മൾ സിനിമയിൽ ദുൽഖർ സൽമാൻ ബാങ്കിലിരുന്ന് ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുന്നത് നമുക്ക് അതെ, ആ കലി കുറയ്ക്കാനായിട്ട്, അത് ആങ്കർ മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. നമുക്കൊരു സാധനത്തിന് പെട്ടെന്ന് ദേഷ്യം വരുന്ന സമയത്ത് ഇതെടുത്തൊരു 10 പ്രാവശ്യം സ്ക്യൂസ് ചെയ്യണം അല്ലെങ്കിൽ ഒരു 20 പ്രാവശ്യം സ്ക്യൂസ് ചെയ്യണം എന്നാണ് അവർ പറയുന്നത്, അതിൻ്റെ എക്സ്പെർട്സുകൾ പറയുന്നു. അതായത് നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഒരു പോയിൻ്റ്, ആ ഒരു ദേഷ്യം ഇതിലേക്ക് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുകയാണ്. ഈ നമ്മുടെ ദേഷ്യം ഈ സ്ക്യൂസിങ്ങിലോട്ട് മാറും ഉള്ള എനർജി പരമാവധി, ആ ദേഷ്യത്തിലേക്ക് വരുന്ന എനർജി പരമാവധി കുറഞ്ഞ് ഒരു നാച്ചുറൽ സ്റ്റേറ്റിൽ എത്തുമെന്ന് അവർ അഭിപ്രായപ്പെടുന്നു. ഇനി മൂന്നാമത് ഡിസ്ട്രാക്ഷൻ എക്യുപ്മെൻറ്റ്. ഡിസ്ട്രാക്ഷൻ മീൻസ് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാൻ കഴിയുന്ന, ഒരുപാട് നമ്മുടെ IT ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന അവരുടെയൊക്കെ വർക്കിംഗ് നേച്ചർ നമുക്കറിയാം, ഭയങ്കര ടെൻഷനാണ്. 24 മണിക്കൂറും ഇങ്ങനെ ആ കോഡിങ്ങും അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വെബ്സൈറ്റ് ഡെവലപ്മെൻ്റ് ആണെങ്കിലും അങ്ങനെയൊക്കെ ഒരുപാട് ടൈറ്റാണ്. അപ്പോൾ അവരുടെയൊക്കെ ഇടയിൽ അവർ കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പ്രഷറിനെ അതിജീവിക്കാൻ വേണ്ടി അവരുടെ ശ്രദ്ധയെ ഒരു നിമിഷത്തേക്ക് മാറ്റാൻ വേണ്ടി ഏറ്റവും നല്ലൊരു സാധനമായിട്ടാണ്
സ്മൈലി ബാൾ പറയുന്നത്. അത് ജസ്റ്റ് ഇങ്ങനെ സ്ക്യൂസ് ചെയ്യുന്ന സമയത്ത് അവർ ആ ഒരു റിഫ്രഷ്മെൻറ്റ് 5 സെക്കൻഡോ അല്ലെങ്കിൽ 20 സെക്കൻഡോ താഴെ മാത്രമേ ഇതുണ്ടാവുമെങ്കിലും അവരുടെ ആ ഒരു ടെൻഷൻ ഇത് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുവെന്ന് ഒരുപാട് എക്സ്പെർട്സുകൾ പറയുന്നുണ്ട്. അതിനുശേഷം ഈ രോഗങ്ങളെ പറ്റി പറയുന്ന ആർത്രൈറ്റിസ് അല്ലെങ്കിൽ BP കുറയ്ക്കാനായിട്ട് തുടങ്ങിയ ഒരുപാട് മസിൽ ഒരു മൂവ്മെൻറ്റിന്, മസിൽ ഡെവലപ്മെൻറ്റിന്, മസിൽ എന്ന് പറയുമ്പോൾ നമ്മൾ വലിയ മസിൽ അത്ര മസിലല്ല, ഹാൻഡ് ബേസ് ചെയ്തിട്ടുള്ള ചെറിയ മസിൽ മിനി വർക്കൗട്ട്സിന് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് എന്നാണ് പറയുന്നത്. ഇനി ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് ഒരു ചെറിയ നോട്ട് കൂടി താഴെ പറയാമെന്ന് എനിക്ക് തോന്നി. ആദ്യം ലെഫ്റ്റ് ഹാൻഡിൽ ഒരു 30 സെക്കൻഡ് സ്ക്യൂസ് ചെയ്യുക, അതേപോലെ തന്നെ പൾസ് ചെയ്യുക, ജസ്റ്റ് പൾസ് ചെയ്യുക, 2 ഓപ്ഷൻ. അതേപോലെ വലത്തേ കയ്യിൽ 30 സെക്കൻഡ് ആദ്യം സ്ക്യൂസ് ചെയ്യുക, 30 സെക്കൻഡ് പൾസ് ചെയ്യുക. ഇത് വെബ്സൈറ്റുകളിൽ നിന്ന് ലഭ്യമായിട്ടുള്ള വിവരമാണ്. കൂടുതൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഉറപ്പായിട്ടും ഇത് ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് ഉറപ്പായിട്ടും ഒരു ഡോക്ടറിൻ്റെ കൺസൾട്ടേഷനൊക്കെ എടുത്തതിന് ശേഷം മാത്രമേ ചെയ്യാവൂ. എങ്ങനെയുള്ള രോഗാവസ്ഥയിൽ ഇരിക്കുന്നവർ സാധാരണക്കാർക്ക് അതൊരു വിഷയമാവുന്നില്ല. പക്ഷേ എന്നാലും നമുക്കിത് കാണുമ്പോൾ ഇപ്പോഴും നമുക്കൊരു സന്തോഷം തോന്നും. കാര്യം ഒരു ചിരിക്കുന്ന മുഖം. ഇതിൻ്റെ ഒരുപാട് വേർഷൻസ് നമുക്ക് ആമസോണിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ബട്ടൺസ് ആയിട്ടും ഇമേജസ് ആയിട്ടും ഈ സ്മൈലി ബാളായിട്ടും ഒക്കെ കാണാൻ പറ്റും. ലോകം മുഴുവൻ പ്രസിദ്ധമായ ഒരു ബ്രാൻഡായി സ്മൈലി ബാൾസ് മാറിക്കഴിഞ്ഞിരിക്കുന്നു. വാങ്ങിച്ചു നോക്കുക. ഇത് എനിക്ക് തോന്നുന്നൊരു 20 രൂപ 30 രൂപ എന്തോ ആണ് കടയിൽ കിട്ടുന്നത്. കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും എല്ലാം ഇത് ഉപയോഗിക്കാം. ഇതിൻ്റെ ലോഗോ പറയുന്നത് പോലെ തന്നെ ഹാവ് എ ഹാപ്പി ഡേ, സന്തോഷമായിട്ടിരിക്കുക, ആക്റ്റീവായിരിക്കുക. കൊറോണ കാലമാണ്, എല്ലാവരും സേഫായിരിക്കുക, വീട്ടിൽ തന്നെ ഇരിക്കുക, മാസ്ക് സാനിറ്റൈസർ എല്ലാം കൃത്യമായി ഉപയോഗിക്കുക, സോഷ്യൽ ഡിസ്റ്റൻസിങ് കൃത്യമായി പാലിക്കുക. താങ്ക്സ് അലോട്ട്, ബൈ.